നമസ്കാരം. സുപ്രധാനമായ രണ്ട് കോടതി വിധികളാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് സംസ്ഥാനത്തെ ഏറ്റവും മാധ്യമ ശ്രദ്ധ ലഭിച്ച കേസിലാണെങ്കിൽ, രണ്ടാമത്തേത് രാജ്യത്തെ തന്നെ വലിയ ഒരു കോളക്കമുണ്ടാക്കിയ സംഭവത്തിലാണ്. പാറശാല ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതി വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സഞ്ജയ് റോയ് എന്ന കുറ്റവാളിക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയാനാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ഷാരോൺ വധക്കേസിൽ പ്രതിയെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ ആ ദിവസം മുതൽ, ആ നിമിഷം മുതൽ വധശിക്ഷക്കായുള്ള മുറവിളി വ്യാപകമായി ഉയർന്നിരുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജ് കൊലക്കേസ് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നുള്ള ആവശ്യം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം രാജ്യവ്യാപകമായി തന്നെ ഉയർന്ന ഒരു ആവശ്യമായിരുന്നു. എന്തായാലും വധശിക്ഷ, അതല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള മുറവിളി ഒരു ആധുനിക സമൂഹം എന്ന നിലയിൽ നമുക്ക് ഉചിതമായത് അല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയുടെ വധശിക്ഷയിൽ വളരെ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ഉടനെ തന്നെ പ്രതിയെ കൊന്നുകളയണം എന്നൊക്കെയുള്ള ഘോഷങ്ങൾ ഒക്കെയാണ് എങ്ങും നിറയുന്നത്. സഞ്ജയ് റോയ്ക്ക് തൂക്കുകയർ നൽകാത്തതിലുള്ള പ്രതിഷേധവും മറ്റൊരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ഗോത്രകാല നീതി സംവിധാനത്തിൽ നിന്നും നാം വളരെ വിശാലമായ ഒരു രീതിയിലേക്ക് മുന്നേറിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകളും ഇതിനോടൊപ്പം മാറേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ എന്ന രീതിയിൽ നവീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. വിവിധ കൊലപാതക കേസുകളിലെ അപ്പീലുകൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി വധശിക്ഷകൾ സംബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു പ്രയോഗം തന്നെ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അഭിഭാഷകർ ഉൾപ്പെടെ ചിലരെങ്കിലും ഈ ഷാരോൺ വധക്കേസിൽ പ്രതിക്ക് തൂക്കുകയർ നൽകിയത് സംബന്ധിച്ച് എതിരഭിപ്രായം അല്ലെങ്കിൽ ഭിന്നാഭിപ്രായം ഉയർത്തിയിട്ടുണ്ട്. ഇനിയും പലരുടെയും ഇൻവോൾവ്മെന്റുകൾ ഉണ്ട് എന്ന് പലരും ആരോപിക്കുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജ് റേപ്പ് ആൻഡ് മർഡർ കേസിലെ ഏക പ്രതിക്ക് പൊതുബോധത്തിനൊപ്പം നിന്ന് വധശിക്ഷ നൽകാതിരുന്ന ജഡ്ജിയുടെ ഒരു നീതിബോധം പ്രശംസനാർഹീയം തന്നെയാണ്. നേരത്തെ രാജ്യമൊട്ടുക്കും ചർച്ച ചെയ്ത ഒരു വധശിക്ഷ ബംഗാളിൽ നിന്ന് തന്നെയായിരുന്നു. അതും സമാനമായ ഒരു കുറ്റകൃത്യം തന്നെ എന്ന് പറയാവുന്നത് റേപ്പ് ആൻഡ് മർഡർ കേസ്. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് 2004 ധനഞ്ജയ് ചാറ്റർജി എന്ന കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. ഈ കേസിലെ വിചാരണയുടെ ഒരു നീതിയുക്തതയെക്കുറിച്ചും ധനഞ്ജയ്ക്കെതിരെ ഹാജരാക്കിയ തെളിവുകളെക്കുറിച്ചും പിന്നീട് പല സംശയങ്ങളും ആധികാരികമായി തന്നെ ഉയരുകയുണ്ടായി. പുനഃപരിശോധിക്കാനാകാത്ത വിധം ആ കേസിൽ വധശിക്ഷ നടപ്പാക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. നോയിഡയിലെ നിദാരി കൂട്ട കൊലപാതകങ്ങൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സുരീന്ദർ കോഹ്ലിയുടേതാണ് മറ്റൊരു ശ്രദ്ധേയമായ കേസ്. കോഹ്ലിയെ ഒന്നിലധികം കൊലപാതകങ്ങളിലും അതുപോലെ ലൈംഗികാതിക്രമങ്ങളിലും ശിക്ഷിച്ചു. സമ്പന്നനായ കൂട്ടുപ്രതിക്ക് അത്രയും കഠിനമായ ശിക്ഷ ഉണ്ടായില്ല. ഈ കേസിലും തെറ്റായ കേസ് അന്വേഷണത്തെയും ഒപ്പം തെറ്റായ ശിക്ഷാവിധിയെയും കുറിച്ചുള്ള ആശങ്കകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരും നിയമജ്ഞരും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 കേസുകളെ കുറിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ട കാലം മുതൽ നമ്മുടെ നാട്ടിൽ വധശിക്ഷ സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ചിലർ ഇത് ഹീനമായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സഹായിക്കുമെന്നാണ് വാദിക്കുന്നത്. മറുഭാഗം ഇത് മനുഷ്യത്വരഹിതവും ഫലപ്രദമല്ലാത്തതുമായ ഒരു ചികിത്സാ രീതിയാണെന്ന് വിശ്വസിക്കുന്നു. ചിലരാകട്ടെ ഷൂട്ടൌട്ട് സൈറ്റൊക്കെ പോലെ വിധി വന്നാലുടൻ കൊന്നുകളയണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. വധശിക്ഷയ്ക്കെതിരായ പ്രാഥമിക വാദങ്ങളിൽ ഒന്ന് അതിന്റെ ധാർമ്മികതയെ സംബന്ധിച്ചാണ്. നീതിയുടെ പേരിൽ പോലും ഒരു മനുഷ്യജീവൻ എടുക്കുന്നത് തികച്ചും മനുഷ്യത്വരഹിതമായ കാര്യമാണ്. ജീവിക്കാനുള്ള മനുഷ്യന്റെ അടിസ്ഥാന അവകാശത്തിന് വിരുദ്ധമായതിനാൽ ഒരു ജീവൻ എടുക്കാൻ ഭരണകൂടത്തിന് അധികാരം ഉണ്ടാകരുതെന്ന് ആഗോളതലത്തിൽ തന്നെ വാദമുയരുന്നുണ്ട്. ഒരിക്കൽ നടപ്പാക്കിയാൽ പിന്നീട് തിരുത്താൻ കഴിയില്ല എന്നത് തന്നെയാണ് വധശിക്ഷയുടെ ഏറ്റവും വലിയ പോരായ്മ. നീതി നടപ്പിലാക്കുന്നതിൽ ഉണ്ടാകുന്ന പിഴവുകൾ പിന്നീട് തിരുത്താൻ കഴിയില്ല. മനുഷ്യൻ അവന് സാധ്യമായ കഴിവുകളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ചാണ് ഒരാളെ കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്നത്. അതിൽ പിഴവ് സംഭവിച്ച് ഒരു നിരപരാധിയുടെ ജീവൻ ഇല്ലാതാകുന്നു എന്നത് വളരെ വലിയ ഒരു തെറ്റ് തന്നെയാണ്. ലോകത്തിൽ നിലനിൽക്കുന്ന മറ്റേതൊരു നീതിന്യായ വ്യവസ്ഥയെയും പോലെ തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും തെറ്റുപറ്റാത്ത ഒരു സംവിധാനമൊന്നുമല്ല.
വ്യക്തികളെ തെറ്റായി ശിക്ഷിക്കുകയും പിന്നീട് കുറ്റവിമുക്തരാക്കുകയും ചെയ്ത നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ നിന്നും നിരപരാധിയെ മോചിപ്പിച്ച് കുറ്റവിമുക്തരാക്കുന്നത് പോലെ ആവില്ല ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരാളെ കുറ്റവിമുക്തനാക്കുന്നത് എന്നത് ഓർക്കുക. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തടയാൻ വധശിക്ഷ ഒരു മികച്ച സംഗതിയാണ്, ഒരു മികച്ച ശിക്ഷയാണ് എന്നാണ് വധശിക്ഷയെ പിന്തുണയ്ക്കുന്നവർ എപ്പോഴും വാദിക്കുന്ന കാര്യം. ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ചെറിയ കുറ്റങ്ങൾക്ക് പോലും വധശിക്ഷ നൽകുന്ന രാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെ ഒരു കണക്കുകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വധശിക്ഷ നിർത്തലാക്കിയ രാജ്യങ്ങൾ നോക്കുക. വധശിക്ഷ നിർത്തലാക്കി എന്ന കാരണത്താൽ അവിടെ കുറ്റം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടൊന്നുമില്ല. ഉദാഹരണത്തിന് ഈ മലയാളികളൊക്കെ വളരെയധികം കുടിയേറുകയും താമസിക്കുകയും ചെയ്യുന്ന കാനഡയുടെ കാര്യം തന്നെ എടുക്കാം. കാനഡ 1976 വധശിക്ഷ നിർത്തലാക്കിയ രാജ്യമാണ്. അതിനുശേഷം രാജ്യത്തിന്റെ കൊലപാതക നിരക്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത്. അല്ലാതെ വധശിക്ഷ ഇല്ലെന്ന് കേട്ട ഉടനെ ഈ ക്രൈമുകളെല്ലാം ചെയ്യുന്നത് കൂടുകയല്ല ചെയ്തത്. ഇനി ഇന്ത്യയിൽ തീവ്രവാദ കേസുകളിൽ ഒഴികെ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട കുറ്റവാളികളുടെ ഒരു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിച്ചു നോക്കുക. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ കുറ്റവാളികളാണ് പൊതുവെ ഈ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിൽ ഗണ്യമായ എണ്ണം താഴ്ന്ന സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. നല്ല ഒരു വക്കീലിനെ വെക്കാൻ പോലും കഴിയാതെ കടുത്ത ശിക്ഷാവിധിക്ക് ഇരയാക്കപ്പെടുന്ന നിരവധി ആളുകളുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വധശിക്ഷ പ്രതികളിലും അവരുടെ കുടുംബങ്ങളിലും ചെലുത്തുന്ന മാനസിക ആഘാതം ആഴമേറിയതാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർ പലപ്പോഴും വർഷങ്ങളോളം, ചിലപ്പോൾ പതിറ്റാണ്ടുകളായൊക്കെ വധശിക്ഷക്കായി കാത്തിരിക്കേണ്ടി വരുന്നു. ഇത് കടുത്ത മാനസിക വേദനയ്ക്കും ഒപ്പം അതൊരു കടുത്ത ആഘാതത്തിനുമൊക്കെ കാരണമാകുന്നു. അനിശ്ചിതത്വവും നീണ്ടു നിൽക്കുന്ന ഒറ്റപ്പെടലും അവരുടെ മാനസികാരോഗ്യത്തിൽ വിനാശകരമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ തങ്ങളുടെ പ്രിയപ്പെട്ടയാൾ ആത്യന്തികമായ ഒരു ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അറിയാവുന്നതിനാൽ ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾ അവരുടെ അടുത്ത ആളുകളൊക്കെ വളരെയധികം വൈകാരികവും മാനസികവുമായ ഒരു ദുരിതവും അനുഭവിക്കേണ്ടി വരുന്നു. ആഗോളതലത്തിൽ വധശിക്ഷ നിർത്തലാക്കാനുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. 2021 കണക്കനുസരിച്ച് ലോകത്തിലെ 2/3 ഭാഗവും അവരുടെ നിയമത്തിലോ അതല്ലെങ്കിൽ പ്രായോഗികമായോ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ വധശിക്ഷ നിർത്തലാക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിയമപരമായി വധശിക്ഷ നിലവിലുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നത് വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ്. പരോൾ സാധ്യതയില്ലാത്ത ജീവപര്യന്തം തടവ് യഥാർത്ഥത്തിൽ വധശിക്ഷയ്ക്ക് ഒരു ബദലാണ്. കുറ്റവാളിയായ വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും മറ്റുള്ളവർക്ക് ഭീഷണിയാക്കാതിരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ തെറ്റായ ശിക്ഷകൾ തിരുത്താനുള്ള ഒരു സാധ്യതയും ഇത് ഉറപ്പാക്കുന്നു. തടവ് ശിക്ഷ എന്നത് എന്തോ സുഖകരമായ കാര്യമാണ് എന്നതാണ് ഇവിടെയുള്ള ഒരു പൊതുവികാരം. പുറം ലോകവുമായി നിരന്തര കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട് ഒരു സ്ഥലത്ത് അടച്ചിടുന്നതിനെയാണ് സുഖം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ജയിലിൽ കിടക്കുന്നത് അത്രയ്ക്കും സുഖമാണെന്ന് കരുതുന്ന അതേ ആളുകൾ തന്നെയാണ് നമ്മുടെ കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത് വീട്ടിലിരുന്ന് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച് പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. ഇനി അത്രയും സുഖമാണെന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ജയിലിൽ പോയി താമസിക്കുന്നതാവും നല്ലത്. കൂടുതൽ നീതിയുക്തവും മാനുഷികവുമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി വധശിക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് പുനഃപരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. വധശിക്ഷ നിർത്തലാക്കുക മാത്രമല്ല, തെറ്റായ ശിക്ഷാവിധികൾക്കും അനുപാതമില്ലാത്ത ശിക്ഷാവിധികൾക്കും ഒക്കെ കാരണമാകുന്ന നീതിന്യായ വ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുകയും വേണം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോൾ തന്നെ വധശിക്ഷ അത്രയേറെ ശ്രദ്ധയോടെ മാത്രമേ നടപ്പിലാക്കുന്നുള്ളൂ എന്നതും ഒരു വസ്തുതയാണ്. ഇതിനൊരു ആത്യന്തികമായ മാറ്റം ഉണ്ടാവേണ്ടത് ജനങ്ങൾക്കാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ഗോത്രകാല രക്തദാഹം അവസാനിപ്പിച്ചേ മതിയാവൂ. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.